ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഇന്നൊരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വെരി ഈസിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിയ ഒരു ലൈക്ക് കൊടുക്കുക. ആ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. 4 മുട്ട ആദ്യം തന്നെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിപ്പോവാതിരിക്കാൻ ഒരു ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മസാല റെഡിയാക്കാണ്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 സവാള, വലുതാണെങ്കിൽ 2 സവാള മതി. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. അപ്പം നമുക്ക് ഈ സവാളയൊക്കെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ സ്റ്റൗവിൽ നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് അത്യാവശ്യം വഴന്ന് വന്നപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിൻ്റെ ആ പച്ചമണം പോണ വരെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് മസാലപ്പൊടികളാണ്. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. മുളക് അധികം ചേർത്തിട്ടില്ല, കാരണം ഇഞ്ചി പച്ചമുളകൊക്കെ എരിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിൽ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്കന്ന് മിസ്സായിപ്പോയി, വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി, ഇതിൻ്റെ പച്ചമണം പോണ വരെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത് ഞാൻ മല്ലിയിലയാണ്. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മൾ പുഴുങ്ങാൻ വെച്ച മുട്ട വട റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു ബാറ്റർ റെഡിയാക്കാണ്ട്. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തത്. പാലും ചേർത്ത് പിന്നെ അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പുഴുങ്ങി വെച്ച മുട്ടല്ലേ, ഇത് അതുപോലെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കാൻ പോണത് ഈ ഒരു പാനിലാണ്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും ഞാൻ കുറച്ച് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇനി അഥവാ എങ്ങാനും നേരിട്ട് ഒഴിച്ചു കൊടുക്കണമല്ലേ, അടി പിടിക്കണ്ട വിചാരിച്ചിട്ട്
പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററില്ലേ അത് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഒരു 1/4 ഭാഗം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ച മസാല കുറച്ച് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച മുട്ട ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കുക. ഒക്കെ മെല്ലെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ താഴത്തേക്ക് പോവുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ഈ മസാല കുറച്ചും കൂടി വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കി വെച്ച ബാറ്റർ ഇതിൻ്റെ മുകളിൽ ഇത് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല ഒന്നും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോണത് തക്കാളി ഇതാ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ആ മസാല കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക. ഇനി നമുക്കിത് മെല്ലെ സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഫുള്ള് ഫ്ലെയിമിലിട്ട് കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീ കുറച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തു. ഒരു 40 മിനിറ്റൊക്കെ ഇത് ഒന്ന് കുക്കാവണം കേട്ടോ, നല്ലത് ഉള്ളൊക്കെ ശരിക്ക് വേവുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തു. അടിയിൽ പഴയൊരു പാൻ വെച്ച് കൊടുത്തു. നേരിട്ട് തീ അങ്ങനെ കത്തുമ്പോൾ കരിഞ്ഞു പോകണ്ട വെച്ചിട്ട് പാൻ വെച്ച് കൊടുത്തു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല. ഒരു ഫോർക്ക് വെച്ച് ഞാൻ കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇത് വേറൊരു പാത്രത്തേക്ക് അങ്ങനെ കൊട്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ദാപ്പതിൻ്റെ മറ്റേ മുകൾ വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് വീഡിയോയിൽ ഇങ്ങനെ കാണും പോലെ അല്ല കേട്ടോ, വെരി ഈസിയാണ്, നല്ല വേഗം ഉണ്ടാക്കിയെടുക്കാം. വേഗമാണ്, അത്ര വലിയ പ്രയാസമൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. നമ്മൾ പപ്സ്, കട്ട്ലേറ്റ് ഒക്കെ കഴിക്കൂലേ, അതേമാതിരി ഇത് കട്ട് ചെയ്ത് ഓരോ പീസ് കഴിച്ചാൽ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ കട്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ട്, നല്ല ലെയറൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.